everyone, welcome to Competitive Cracker. ഞാൻ കീർത്തന. അപ്പൊ നമ്മൾ ജൂൺ 18 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആൻസർ കീ ഡിസ്കഷൻ ആണ് അല്ലെ. ഒഫീഷ്യൽ ആയിട്ട് ഇതുവരെ ആൻസർ കീ വന്നിട്ടില്ല. ഇനി വരികയാണെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും. പക്ഷെ ഇതുവരെ വരാത്തതുകൊണ്ടും നിലവിൽ ഈ എക്സാം റദ്ദായിട്ടിരിക്കുകയാണ്. അപ്പൊ ഒഫീഷ്യൽ ആയിട്ട് ഒരു ആൻസർ കീ വരാൻ സാധ്യതയില്ല നിലവിലത്തെ സിനാരിയോയില്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില് നമ്മുടെ പ്രകാരം എന്താണ് ഇതിന്റെ ഒരു ആൻസർ കീ വരിക എന്നുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് മൂന്നാമത്തെ ഭാഗമാണ്. ഇതിന് മുന്നത്തെ രണ്ടും ഒന്നാമത്തെയും ഭാഗം കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് എന്തായാലും കാണുക കേട്ടോ. ഒരിക്കലും അത് മിസ് ചെയ്ത് കളയണ്ട. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇതിപ്പോ മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള ഒരു ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലെ. കാരണം ഒന്നാമത്തെ കാര്യം സെബിയുടെ ഡാറ്റ, സെബിയുടെ വെബ്സൈറ്റിൽ നിന്നും ഡാറ്റ ചോദിക്കാറില്ല. ഓൾറെഡി നമുക്ക് ഒരുപാട് ഡാറ്റകളും അതിന്റെ സോഴ്സുകളും പഠിക്കാനുണ്ട് അല്ലെ. പക്ഷെ സെബിയുടെ വെബ്സൈറ്റിൽ നിന്നും എത്ര കമ്പനികളാണ്, എത്ര ഇന്ത്യൻ കോർപ്പറേറ്റുകളാണ് 2017-ന്റെയും 2022-ന്റെയും ഇടയിൽ ഗ്രീൻ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു മേഖലയിൽ ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാത്തതാണ് അല്ലെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് സെബിയുടെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രീൻ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ ഒരു ടേബിള്, ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ ആദ്യമായിട്ട് ഈ ഗ്രീൻ ബോണ്ട് ഇഷ്യൂ ചെയ്തതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ടേബിളിൽ കൊടുത്തിട്ടുള്ളത് തന്നെ ഏതാ 2017 എന്നുള്ള വർഷത്തിലാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചോദിച്ച ചോദ്യത്തിൽ കുഴപ്പമൊന്നുമില്ല 2017 തൊട്ട്. പക്ഷെ എന്താ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളത് വേണ്ട, 2022 വരെ എത്ര കമ്പനികളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പേരൊന്നും ചോദിക്കില്ല കേട്ടോ. ഇനി അങ്ങോട്ട് ചോദിക്കാനും ഉറപ്പായിട്ട് സാധ്യതയില്ല. പക്ഷെ നമ്മൾ എന്താ ഈ ഒരു ഡാറ്റ പഠിക്കണം. ഈ ഒരു എത്ര പേരുണ്ട്, എത്ര കമ്പനികളാണ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതന്നെ ഓരോ വർഷത്തും എത്ര എന്നുള്ള ഒരു ലെവൽ, അത്ര ഡെപ്തിൽ പോയിട്ടില്ലെങ്കിലും നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ചോദ്യത്തിന്റെ നോക്കാം കേട്ടോ. അപ്പൊ 2017 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം 20 കമ്പനികളുടെ ലിസ്റ്റ് ആണ് ഇവർ തന്നിട്ടുള്ളത്. പക്ഷേ അവസാനത്തെ കമ്പനികളൊക്കെ 2024, 2023 ഒക്കെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെയാണ് 2022 എൻഡ് ആവുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 16 കമ്പനികളാണ് ഗ്രീൻ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇപ്പൊ 2022 തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 21, അല്ലാതെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ദെൻ 21, 19, 18, 17 ആ ഒരു ക്രോണോളജിയിൽ തന്നെയാണ്. അപ്പൊ 16 കമ്പനികളാണ് നമ്മുടെ എന്താ ഗ്രീൻ ബോണ്ട് ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 2017-ന്റെയും 2022-ന്റെയും ഇടയിൽ. പക്ഷേ ഓപ്ഷൻസിൽ ഈ 16 എന്നുള്ള ഓപ്ഷൻ ഇല്ല. സോ ഈ ക്വസ്റ്റ്യൻ എന്താവും, ഡ്രോപ്പ് ചെയ്യപ്പെടും കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ 2 മാർക്ക് എന്താ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നമുക്ക് എങ്ങാനും NTA ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടാൻ സാധ്യത ഓപ്ഷൻ ബി ചൂസ് ചെയ്താലാണ്. കാരണം 15 ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലെ, 16 ആൻസർ. പക്ഷെ നമുക്ക് എങ്ങാനും നിർഭാഗ്യവശാൽ NTA ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഏത് ചൂസ് ചെയ്യണം, ഓപ്ഷൻ ബി ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ ഇനി ഇത് പഠിച്ചല്ലോ, ഈ ഡാറ്റ പഠിക്കാൻ വളരെ ഈസിയാ അല്ലെ. പക്ഷെ നമ്മൾ എന്താ ഇതുവരെ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇത് പഠിക്കാൻ നമുക്ക് ഉണ്ട് തന്നെ നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യന് ബുദ്ധിമുട്ട് വന്നത്. പക്ഷെ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തെറ്റിക്കില്ലല്ലോ, ഈസിയാണ് അല്ലെ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. വീണ്ടും എന്ത് വന്നിട്ടുണ്ട്, ഒരു മാത്സ് ഫോളോയിങ് വന്നിട്ടുണ്ട്. മാത്സ് ഫോളോയിങ് കണ്ട് മടുത്തു അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ തന്നിട്ടില്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ഇക്വേഷൻ എന്താണ്, ടെയ്ലർ ഇക്വേഷൻ അല്ലെ. അപ്പൊ ടെയ്ലർ ഇക്വേഷൻ ആരാ തന്നത്, ഈസി അല്ലേ, നമ്മുടെ JB ടെയ്ലർ ആണ് തന്നത് കേട്ടോ. അപ്പൊ ഇത് ഈസി ആയിട്ട് മാർക്ക് ചെയ്തു അല്ലെ. നമ്മുടെ ടെയ്ലർ ഇക്വേഷൻ എന്താണ് അത് ആദ്യം ഒന്ന് പഠിക്കാം. ടെയ്ലർ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫെഡറൽ റിസർവ് ഇല്ലേ, USA-യുടെ സെൻട്രൽ ബാങ്കിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. അത് ബാക്കിയുള്ള രാജ്യങ്ങളിലല്ല ആപ്ലിക്കബിൾ, USA-യിലാണ്. പക്ഷെ എന്നാലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ റേറ്റ് എന്തായിരിക്കണം, ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ നോമിനൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ പ്ലസ് 0.5 ഇൻറ്റു GDP E മൈനസ് GDP-T എന്ന് വെച്ചാൽ എന്താ, E എന്ന് പറയുമ്പോൾ ഏകദേശം എക്സ്പെക്ടഡ് അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് അല്ലെ. T എന്ന് വെച്ചാൽ എന്താ, ഈ വർഷത്തെ GDP. അപ്പൊ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഔട്ട്പുട്ട് ഗ്യാപ്പ് അല്ലേ.
നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്തത് എത്രത്തോളമാണ്, ആ ഒരു ഔട്ട്പുട്ട് ഗ്യാപ്പ് എത്രയാണെന്നുള്ളതാണ് ഈ ബ്രാക്കറ്റിലുള്ളത് കേട്ടോ. പിന്നെ പ്ലസ് 0.5 ഇൻറ്റു, പിന്നെ ഇവിടെ എന്ത് വന്നു, ഇൻഫ്ലേഷൻ ഗ്യാപ്പ് വന്നു അല്ലെ. അപ്പൊ ഇൻഫ്ലേഷൻ, എക്സ്പെക്ടഡ് ഇൻഫ്ലേഷൻ മൈനസ് ദ ഇൻഫ്ലേഷൻ ഓഫ് ദ കറന്റ് ടൈം പീരീഡ്. അപ്പൊ ഇത് ഈ ഇക്വേഷൻ പഠിക്കാൻ ഈസി അല്ലേ, വളരെ ഈസിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ നോക്കാം കേട്ടോ. അപ്പൊ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആരാണ്, JB ടൈലർ. ഇനി നാച്ചുറൽ റേറ്റ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആരാ തന്നത്, വളരെ ഈസിയാണ് അല്ലെ, ആരാണ്, മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ് തന്നത്. ഓക്കെ, അപ്പൊ അത് ആദ്യം തന്നെ ഉണ്ട്. ഇനി ടൈം ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം. ടൈം ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം അധികം ആർക്കും അറിയാത്തൊരു ടോപ്പിക് ആണ്, പക്ഷെ വളരെ ഈസിയാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ, ഒരു 5 മിനിറ്റ് പോലും എടുക്കില്ല. അതായത് ഇന്നത്തെ ശരികളായിരിക്കില്ല നാളത്തെ ശരികൾ. സിമ്പിൾ, തീർന്നു. അപ്പൊ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ പഠിച്ചു വരുമ്പോ, ഇപ്പൊ റിസർച്ച് ഒക്കെ നടത്തി വരുമ്പോ പണ്ട് ശരിന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ തെറ്റായിട്ട് പ്രൂവ് ചെയ്തിട്ട് പിന്നീട് നമ്മുടെ പഠനങ്ങൾ മുന്നോട്ട് പോകും അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യങ്ങൾ. ഇപ്പൊ എക്കണോമിക്സിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അതേപോലെ കൺസ്യൂമർ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ, ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ നമുക്ക് ഇന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ ആയിരിക്കില്ല ചിലപ്പോൾ നാളെ ഇഷ്ടമുള്ളത് അല്ലെ. അപ്പൊ കൺസ്യൂമർ പ്രിഫറൻസസ് വരെ ചേഞ്ച് സംഭവിക്കും. അപ്പൊ ടൈം വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കാലം കടന്നു പോകുമ്പോൾ ടൈം ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം വളരെയധികം എക്കണോമിക്സിൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനെ പറ്റി ആരാ സംസാരിച്ചത്, നമ്മുടെ കിഡ്ലൻഡ് ആൻഡ് പ്രെസ്കോട്ട്. യെസ്, സെക്കൻഡ് ഓപ്ഷൻ, കിഡ്ലൻഡ് ആൻഡ് പ്രെസ്കോട്ട് ആണ് ഇതിനെ പറ്റി സംസാരിച്ചത് കേട്ടോ. ജസ്റ്റ് എന്താണ് ആരാ പറഞ്ഞത് എന്ന് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് എന്താ, റാഷണൽ എക്സ്പെക്ടേഷൻ. ഈസിയാണ് അല്ലെ, നമ്മുടെ ലൂക്കസിന്റെ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് റിയൽ ബിസിനസ് സ്കൂളിൽ വേറെ ആരൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ ആരാ ഉള്ളത്, റോബർട്ട് ലൂക്കസ് ജൂനിയർ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു മാത്സ് ഫോളോയിങ് ഈസി ആയിരുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, ഇങ്ങനെയാണ് കേട്ടോ. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ടൈലർ ആണ്. ബാക്കിയുള്ളത് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഇന്ത്യൻ ഇക്കോണമിയിൽ വളരെയധികം എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വളരെ എത്ര തവണ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എനിക്ക് തന്നെ അറിയില്ല. അത്ര തവണ ഇപ്പൊ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളോടാണെങ്കിൽ ഞാനൊരു റിവിഷൻ നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഹാൻഡ് റിട്ടൺ നോട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യനും ഇതിന്റെ ഒപ്പമുള്ള കുറച്ചൊരു 2-3 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിപ്പോ എന്റെ കഴിവുകൊണ്ടൊന്നുമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ വരും. വർഷങ്ങൾ മാറുന്തോറും അതിന്റെ ഡാറ്റ മാറുന്നേ ഉള്ളൂ. പക്ഷെ ഈ ചോദിക്കുന്ന കാര്യം എന്തായാലും ചോദിക്കും. എന്താ ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ റുപ്പി ഗോസ് ടു എന്നാണ് നമ്മുടെ യൂണിയൻ ബജറ്റിൽ ഉണ്ടാവുക കേട്ടോ. റുപ്പി ഗോസ് ടു, റുപ്പി കംസ് ഫ്രം എന്താണ്, നമുക്ക് കിട്ടുന്ന വരുമാനം എവിടെ നിന്നാണ്. പക്ഷെ ഇവിടെ ഏതാ ചോദിച്ചിരിക്കുന്നത്, റുപ്പി ഗോസ് ടു. അപ്പൊ നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ഏത് വർഷത്തെയാണ്, 2023-24 കഴിഞ്ഞ വർഷത്തെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഈ വർഷത്തെ ഇന്ററിം ബജറ്റ് ആയിരുന്നു, ഇടക്കാല ബജറ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും അതും പഠിക്കണം കേട്ടോ. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ ഇരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസും തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. യെസ്, നമുക്ക് ഓപ്ഷൻസ് മാത്രമല്ല അല്ലെ, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം പഠിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഓർഡർ കേട്ടോ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, പലിശ അടച്ചു തീർക്കാണ്. കാരണം എന്താ, നമ്മുടെ ഗവൺമെന്റിന്റെ റവന്യൂ കിട്ടുന്നതിൽ തന്നെ ഭൂരിഭാഗവും കടമാണ്. അപ്പൊ അത്രയും കടം ഉള്ളപ്പോ ഏറ്റവും കൂടുതൽ ചെലവ് എവിടെയായിരിക്കും, പലിശ അടച്ചു തീർക്കാനായിരിക്കും അല്ലെ. ഇതൊരു കോമൺ ലോജിക് ആണ് കേട്ടോ. അപ്പൊ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട് സെക്കൻഡ് ആയിട്ട്. പിന്നെ സെൻട്രൽ സെക്ടർ സ്കീംസ്, സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്, CSS എന്ന് രണ്ടിനെയും പറയാം. പക്ഷെ ആദ്യം ഏതാ നിൽക്കുന്നത്, സെൻട്രൽ സെക്ടർ സ്കീമുകളാണ് കേട്ടോ. ദെൻ നമ്മുടെ ഫൈനാൻസ് കമ്മീഷൻ പ്രകാരമുള്ള ട്രാൻസ്ഫറുകൾ ഉണ്ടാവില്ലേ, ടാക്സ് ഡെവല്യൂഷനില്ലേ, അതാണിത്. പിന്നെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, ദെൻ അതർ എക്സ്പെൻഡിച്ചർ, മിസലേനിയസ് എന്നൊക്കെ പറയുന്ന ഒരു സെക്ഷൻ ആണ്. പക്ഷെ അത് തേർഡ് ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് ലാസ്റ്റ് ഏതാണ്, സബ്സിഡികൾ. ഏറ്റവും ലാസ്റ്റ് ഏതാ, പെൻഷൻ പേയ്മെന്റ്സ് ആണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു ഓർഡർ 2023-24 കഴിഞ്ഞ വർഷത്തെയാണ്. ഈ വർഷത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ അടുത്ത് തന്നെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ചേഞ്ച് വന്നത് എവിടെയാണെന്ന് പഠിക്കുക. ഒരു 2, 3, 4 സ്ഥലങ്ങളിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കൂല. 2 വർഷത്തെ ഡാറ്റ ഈസി ആയിട്ട് ഒറ്റയടിക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു ട്രിക്കും കൂടെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാണെങ്കിൽ വീണ്ടും എന്ത് വന്നു, ഒരു മാത്സ് ഫോളോയിങ് വന്നു. പക്ഷെ ഇതിൽ കുറച്ചും കൂടെ എന്തുണ്ട്, റാറ്റ് റേസ് പ്രോബ്ലം നമ്മൾ കേട്ടിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം റാറ്റ് റേസ് പ്രോബ്ലം പറയാം. ഇത് നമ്മുടെ ആരാ പറഞ്ഞാൽ അറിയോ, നമ്മുടെ ലെമൺസ് പ്രോബ്ലം തന്ന അതേ ആളാണ്. ആരാ, ജോർജ് അക്കർലോഫ്. നമ്മുടെ ലെമൺസ് പ്രോബ്ലം പറഞ്ഞ പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു കോൺസെപ്റ്റ് ആണ് ജോർജ് അക്കർലോഫ് ഒരു റിസർച്ച് പേപ്പർ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇത് സത്യമാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പേപ്പറാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് റാറ്റ് റേസ് പ്രോബ്ലം എന്താന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ
ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രോത്ത് എന്നൊക്കെ പറയും, പക്ഷെ എന്നാൽ പോലും ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ മടുത്തു പോകും അല്ലെ. വല്ലാതെ നമ്മൾ പൈസ ഏൺ ചെയ്യുക അല്ലെങ്കിൽ കരിയറിൽ ഗ്രോത്ത് എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിതത്തിൽ വേറെ ഒരു ആസ്പെക്ടുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരു റാറ്റ് റേസ്, എലികൾ തമ്മിൽ ഒരു റേസ് നടത്തി പോകുന്ന പോലെ വേറൊന്നും നോക്കാതെ ഒരു വല്ലാതൊരു മുരടിപ്പും മടുപ്പും തരുന്ന ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും അല്ലെ. ആ ഒരു സൈക്കോളജിക്കൽ ആണെങ്കിലും ശരി, ആ ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ റാറ്റ് റേസ് പ്രോബ്ലം എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ജോർജ് അക്കർലോഫ്. ഭയങ്കര ഈസിയാണ് അല്ലെ ഓർത്ത് വെക്കാൻ. ഇനി ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് ആരാ? വളരെ ഈസിയാണ്. ആരാ? നമ്മുടെ പീകോക്ക് വൈസ്മാൻ ഹൈപ്പോത്തിസിസ്. അവര് ഏതൊക്കെ എഫക്റ്റാ? ഡിസ്പ്ലേസ്മെന്റ്, ദെൻ ഡിസ്പ്ലേസ്മെന്റ്, ഇൻസ്പെക്ഷൻ എഫക്ട് ആൻഡ് കോൺസെൻട്രേഷൻ എഫക്ട്. അങ്ങനെ 3 എഫക്റ്റുകളാണ് ഉള്ളത് കേട്ടോ. ദെൻ ഒപ്റ്റിമൽ ടാക്സേഷൻ തിയറികൾ ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ പേരുകളിൽ ഏത് വന്നാലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് ഏതാ നോക്കിക്കഴിഞ്ഞാൽ ഡയമണ്ട് ആൻഡ് മിർലീസ്. അപ്പൊ ഡയമണ്ട് ആൻഡ് മിർലീസ് ആണ് ഒപ്റ്റിമൽ ടാക്സേഷൻ കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് എഫക്ട് പീകോക്ക് വൈസ്മാൻ ആണ്. റാറ്റ് റേസ് പ്രോബ്ലം ജോർജ് അക്കർലോഫ് ആണ്. ഇത് തന്നെ ലാസ്റ്റ് വൺ ഓട്ടോമാറ്റിക്കലി മാച്ച് ആയിട്ടുണ്ട്. ലോക്കൽ പബ്ലിക് ഗുഡ്സ്. എന്താണ് ടൈപ്പ് ഔട്ട് മോഡൽ? ഈസിയാണ് അല്ലെ, പബ്ലിക് ഫിനാൻസിലുള്ള ഒരു മോഡലാണ്. എന്താ ടൈപ്പ് ഔട്ട് മോഡൽ? നമ്മൾ ജനിച്ചു വളർന്ന് നമ്മൾ ഒരു ഏജ് എത്തി, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഏജ് എത്തുന്നത് വരെ നമ്മൾ നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യും. പക്ഷെ ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഒരു ലിവിങ് എൻവയോൺമെന്റ് എവിടെയാണോ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഓഫ് ലോക്കൽ പബ്ലിക് ഗുഡുകൾ കിട്ടുന്നത് എവിടെയാണോ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യും അല്ലെ. ഈസിയാണ് അല്ലെ. നല്ല നല്ല മെട്രോ സിറ്റികളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് ഇത് തന്നെയാണ് റീസൺ അല്ലെ. അപ്പൊ ഇത്രയുള്ളൂ, സിമ്പിൾ ആണ് ടൈപ്പ് ഔട്ട് മോഡൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ലോക്കൽ പബ്ലിക് ഗുഡുകൾ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതും ഇങ്ങനെയാണ് ഇതൊരു ഇക്വലിബ്രിയത്തിലേക്ക് ആ ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും എത്തുന്നത് എന്നാണ് ടൈപ്പ് ഔട്ട് മോഡൽ പറയുന്നത് കേട്ടോ. അപ്പൊ ടൈപ്പ് ഔട്ട് മോഡലിൽ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? ലോക്കൽ പബ്ലിക് ഗുഡുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ആൻസേഴ്സ് വരുന്നത്. ഈസി ആയിരുന്നു അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അധികം എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അങ്ങനെ പ്രശ്നമുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല. പക്ഷെ ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു ഡാറ്റ ഓർത്ത് വെക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഗ്ലോബൽ HDI എന്താണ്? ഒരു സ്റ്റാർ ടോപ്പിക് ആണ് കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വളരെ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. അപ്പൊ ആ ഒരു HDI 2021 ബേസ് ചെയ്തിട്ട് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ഇൻ ഇന്ത്യ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആവറേജ് ആയിട്ട് ഒരു കുട്ടി സ്കൂളിൽ പോകുന്നത് എത്ര വർഷത്തോളമാണ്? ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയുടെ ഡാറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. HDI 2021 വന്നിട്ടുള്ള ഡാറ്റയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് 6.7 ആണ് കേട്ടോ. 6.7 വർഷമാണ് ഇന്ത്യയിൽ ആവറേജ് ആയിട്ട് ഒരു കുട്ടി സ്കൂളിൽ പോകുന്നത്. വളരെ കുറവാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ ആ ഒരു ലെവൽ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. അപ്പൊ സ്കൂളിൽ കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആവുന്നതിന്റെ റീസൺസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ മുന്നോട്ട് പോകാം. പക്ഷെ ഇവിടെ എന്താണ്? HDI 2021 ബേസ് ചെയ്തിട്ട് ഇന്ത്യയുടെ ആവറേജ് ഇയേഴ്സ് ഓഫ് അല്ലെങ്കിൽ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് 6.7 ഇയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ ഇനി മറക്കരുത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു മാത്സ് ഫോളോയിങ്ങിലൊക്കെ തന്നിട്ടാണെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. വീണ്ടും എന്ത് വന്നിരിക്കുകയാണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു മാത്സ് ഫോളോയിങ് ആണ്. ഇപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനെ ഡാറ്റ തന്നിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനങ്ങളുടെ 4 സംസ്ഥാനങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സ്കോറുകളാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ. നമ്മൾ റാങ്കുകൾ ചിലപ്പോൾ പഠിക്കും. അതോ ഫസ്റ്റ് റാങ്കും ഒരു ആദ്യത്തെ 5 റാങ്ക് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണെന്ന് പഠിക്കാം. അതിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ പഠിക്കാൻ സാധ്യതയില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എല്ലാ സംസ്ഥാനങ്ങളുടെയും SDG സ്കോറുകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ്, കർണാടക, മധ്യപ്രദേശും തമിഴ്നാടും ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ നീതി ആയോഗിന്റെ വെബ്സൈറ്റ് എടുത്താൽ മതി. നീതി ആയോഗിന്റെ ഡാഷ്ബോർഡിലാണ് SDG സ്കോർസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഏതാ ഉള്ളത്? ഉത്തർപ്രദേശ്, കർണാടക. നമുക്ക് നോക്കാം കേട്ടോ ഓരോന്നോരോന്നായിട്ട്. കർണാടകയുടെ എത്രയാ? 72 ആണ്. ഉത്തർപ്രദേശ്, കർണാടക, ദെൻ ഏതൊക്കെയായിരുന്നു? മധ്യപ്രദേശ് ആൻഡ് തമിഴ്നാടു. ദെൻ മധ്യപ്രദേശ് കിട്ടിയിട്ടുണ്ട് 62. തമിഴ്നാടു, യെസ്, തമിഴ്നാടു 74. അതേപോലെ ഉത്തർപ്രദേശ് 60. നമുക്ക് ഞാൻ സ്പോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? അൺഫോർച്ചുനേറ്റ്ലി എല്ലാ സംസ്ഥാനങ്ങളുടെയും സ്കോർ തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. റാങ്ക് മാത്രം പഠിച്ചാൽ പോരാ. സ്കോറുകൾ അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളുടെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അപ്പൊ ആൻസർ ഇതാണ് കേട്ടോ. ഉത്തർപ്രദേശിന്റെ നമ്മൾ എത്രയാ? 60 കിട്ടി. കർണാടകയുടെ 72 കിട്ടി.
മധ്യപ്രദേശിന്റെ 62, തമിഴ്നാടിന്റെ 74. ഇത് നമുക്ക് ടേബിൾ നോക്കി സ്പോട്ട് ചെയ്യാൻ ഈസിയാണ്, പക്ഷെ ഇത് ഓർത്ത് വെക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ടൈംസ് റിവൈസ് ചെയ്തിട്ട് ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, പക്ഷെ അതിലെന്താ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കാരണം എന്താണ്, ഈ ടോപ്പിക് വളരെയധികം റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ്, പണ്ടോട്ടേ വരുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ, ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തൊക്കെ തരാം കേട്ടോ. ഞാൻ ഈസിയാണ്. എങ്ങനെയാ ചോദിച്ചിരിക്കുന്നത്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടൊരു 5 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇതില് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരി, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓരോന്നായിട്ട് വെച്ചേക്കാം. എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഇറ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് കൺസ്യൂമർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വൺ ഗുഡ് ഫോർ ദ അതർ. സിമ്പിൾ ആണ്, ഇതാരും തെറ്റിക്കില്ല. എല്ലാവർക്കും ഈ ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് അറിയാം അല്ലെ. അതായത് ഒരു ഗുഡിനെ മറ്റൊരു ഗുഡിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ നിരക്ക്, സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് എത്രയാണെന്നുള്ളതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. MRS falls as we move down the IC from left to right. ഒരു ഇൻഡിഫറൻസ് കർവ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകും തോറും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയും എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു കോൺസെപ്റ്റിന്, ഈ ഒരു കോൺസെപ്റ്റിന് ഒരു പേരില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ദ ലോ ഓഫ് DMRS, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താണ്, ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമ്മൾ പോകും തോറും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞു വരും. ഓക്കെ, ഇസി കോൺവെക്സ് ആവും എപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻക്രീസസ് അലോങ് ദ കർവ്. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുകയാണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആവും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ അത് തെറ്റായി പോവായി അല്ലെ. കാരണം ഇവിടെ ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ആണ്. ഇതാണ് യൂഷ്വലി സംഭവിക്കാറുള്ള ഒരു കേസ്, നോർമൽ ആയിട്ടുള്ളത്. ഇവിടെ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഇനി ഇത് ഇൻക്രീസിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആവുമ്പോൾ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാവും, കോൺകേവ് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ ഇതാണ്, ഇത് കുറച്ചും കൂടെ ഒരു അൺയൂഷ്വൽ കേസ് ആണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. സോ സി തെറ്റാണ്. ഇനി നമുക്ക് ഡി വായിക്കുമ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ along the indifference curve remains constant, then the indifference curve is a straight line. കറക്റ്റ് ആണ് അല്ലെ. അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയുന്നതിന് പകരം കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാവും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. ഇവിടെ ഏതാ രണ്ട് ഗുഡുകൾ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളാണ്. അതായത് ഇപ്പൊ ഇവിടെ y ഗുഡ് ഉണ്ട്, ഇവിടെ x ഗുഡ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഇപ്പൊ ടീ ആൻഡ് കോഫി എന്നൊക്കെ പറയുന്ന പോലെ തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഗുഡുകളായിരിക്കും ഇങ്ങനെ ഒരു ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് കാണിക്കുക കേട്ടോ. ഇവിടെ എന്താണ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആണ്. ഇതൊന്നും ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഡി ശരിയാണ്. ഇ എന്താണ്, ഇഫ് MRS ഫോർ 2 goods is 0 or infinite, ICs are shaped as right angles. ഈസി ആണ് അല്ലെ. നമ്മുടെ ഇൻഡിഫറൻസ് കർവുകൾ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിട്ട് പോകുമ്പോൾ ഇതെങ്ങനെയാ സംഭവിക്കുക, ഒന്നെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഈ രണ്ട് കേസുകളിലും ഇങ്ങനെ എൽ ഷേപ്പ് ആയിരിക്കും. ഇവിടെയുള്ള ഈ എക്സും വൈയും എന്ത് ഗുഡ്സ് ആയിരിക്കും, കോംപ്ലിമെന്റ് ഗുഡ്സ് ആയിരിക്കും. ഒരുമിച്ച് ഇപ്പൊ ബ്രെഡ് ബട്ടർ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ലെഫ്റ്റ് ഷൂ റൈറ്റ് ഷൂ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരുമിച്ചേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ, ഫിക്സഡ് പ്രൊപ്പോർഷൻസിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എൽ ഷേപ്പ് വരുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഇയും എന്താണ്, ശരിയാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താവും, എ, ബി, ഡി ആൻഡ് ഇ ഓൺലി. സി എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത് കേട്ടോ. ഒന്ന് നമ്മൾ ഈ മനസ്സിരുത്തി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ക്വസ്റ്റ്യന്റെ ക്വാളിറ്റി നല്ലതാണ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ക്വസ്റ്റ്യനിൽ കവർ ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് വന്നിരിക്കുകയാണ്. ഇതും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ലോ ക്വാളിറ്റി ഗുഡ്സ് ക്യാൻ ഡ്രൈവ് ഔട്ട് ഹൈ ക്വാളിറ്റി ഗുഡ്സ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. PG പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയും. ഇദ്ദേഹം നമ്മുടെ ലെമൺസ് പ്രോബ്ലം ആണ് അല്ലേ. ലെമൺസ് പ്രോബ്ലം ഇവിടെ ഉണ്ടോ? യെസ്, ലെമൺസ് പ്രോബ്ലം ഇവിടെ ഉണ്ട്. അപ്പൊ വളരെ ഈസിയാണ് അല്ലേ അത്. പക്ഷെ സെക്കൻഡ് ഓപ്ഷൻ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. എ പാർട്ടി ഹൂസ് ആക്ഷൻസ് ആർ അൺഒബ്സർവ്ഡ്. ആരെങ്കിലും നമ്മൾ അൺഒബ്സർവ്ഡ് ആയിട്ട് ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രോബബിലിറ്റി ഓഫ് ദ പേയ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിനെ എന്താ പറയുക എന്നാണ്. ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അല്ലെ. പക്ഷെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സാധനം കണ്ടോ, മോറൽ ഹസാർഡ്. ഇതാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. എന്താ മോറൽ ഹസാർഡ്? അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. നമ്മൾ പ്രോപ്പർലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഒരു വാഹന ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിക്കാം. ഇപ്പൊ വെഹിക്കിൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കുക. കാരണം എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് എന്തായാലും ഇൻഷുറൻസിന്റെ പേയ്മെന്റ് കിട്ടും അല്ലേ. അപ്പൊ
അതുകൊണ്ട് നമ്മൾ കെയർലെസ് ആവുന്നതും അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾക്ക് റിസ്ക് കൂടുന്നതും ഈ പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, മോറൽ ഹസാർഡ് എന്ന് പറയുക കേട്ടോ. അതന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്ന, ഒന്ന് ആലോചിച്ച് നോക്കൂ. അൺഒബ്സർവ്ഡ് ആയിട്ട് വിടുകയാണ്, അതുകൊണ്ട് അവരുടെ പ്രോബബിലിറ്റി ഓഫ് പേയ്മെന്റിനെ ഇത് അഫക്ട് ചെയ്യും. കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ അല്ലെങ്കിൽ പോലും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, മോറൽ ഹസാർഡ് ആണ് കേട്ടോ. ഇനി സി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽസ് ടെൻഡ് ടു വാല്യൂ ആൻ ഐറ്റം മോർ വെൻ ദേ ഓൺ ഇറ്റ് ആൻഡ് ദാൻ വെൻ ദേ ഡോണ്ട്. അതായത് നമ്മുടെ കൈവശം, നമ്മുടെ പൊസഷനിൽ, എന്റെ സ്വന്തമായിട്ടുള്ള സാധനങ്ങൾക്ക് എനിക്ക് വില കൂടുതലായിരിക്കും. അത് എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരുമ്പോൾ ഞാൻ അതിന് കൂടുതൽ വില ചോദിക്കും. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ എനിക്ക് നല്ല ഭംഗിയുള്ള, വളരെ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു പെന്ന് കണ്ടു. അതിന്റെ ക്വാളിറ്റിയിലല്ല, അതിന്റെ ആ ഒരു എസ്തെറ്റിക്സ് ആണ് എന്നെ അപ്പീൽ ചെയ്തത്. ഞാനത് വാങ്ങിയെന്ന് വിചാരിക്കാം. ഒരു 20 രൂപ കൊടുത്തിട്ട് ഞാനത് വാങ്ങിയെന്ന് വിചാരിക്കാം. പക്ഷെ എനിക്കതെന്താ വളരെ പേഴ്സണൽ ആയിട്ട് ഫേവറേറ്റ് ആണ് അല്ലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഭംഗിയുടെ ചന്തമൊക്കെ. ഒരു കുഞ്ഞു കുട്ടികളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അല്ലേ ഇത്. അപ്പൊ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനുശേഷം ഇനി എന്റെ ഒരു കസിൻ വന്നിട്ട് എടി എനിക്ക് ആ പെണ്ണൊന്നും തരുമോ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം. എന്റെ പേഴ്സണൽ പൊസഷൻ ആണ്, എനിക്ക് ഇതിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അല്ലെ. ഇനി ആ കുട്ടി പൈസ തരാന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഞാൻ പൈസ തരാൻ, ഇനി എനിക്ക് ആ പെണ്ണ് തരുമോ എന്ന് ചോദിക്കാം. പക്ഷെ എനിക്ക് ആ ഒരു എന്താ പറയാ, സാധനം നമ്മുടെ പേഴ്സണൽ പൊസഷൻ ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം അതിനോടൊരു കൂടുതൽ ഇഷ്ടമൊക്കെ തോന്നുന്നത് കൊണ്ട് 20 രൂപയ്ക്ക് ഞാനത് കൊടുക്കില്ല. 20-ൽ കൂടുതൽ കിട്ടിയാലേ അത് കൊടുക്കണതിനെ പറ്റി ഞാൻ ആലോചിക്കുകയെങ്കിലും ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വരുന്നതിനെയാണ് എൻഡോമെന്റ് എഫക്ട് എന്ന് പറയുക കേട്ടോ. ഇപ്പൊ എൻഡോമെന്റ് എഫക്ട് ഇവിടെ ഉണ്ട്. എൻഡോമെന്റ് എഫക്ട് പുതിയതായിട്ട് ട്രെൻഡിങ് ആവുന്ന ടോപ്പിക് ആണ് കേട്ടോ. വീണ്ടും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് കോൺസെപ്റ്റ് എന്താന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി ഓപ്ഷൻ ഡി എന്താ, പ്രിഫറൻസ് ഓഫ് ഗവൺമെന്റ് ഇസ് ടു മേക്ക് സസ്റ്റൈൻഡ് എക്സ്പെൻഡിച്ചർ. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇത് മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ ബാക്കി ആര് മാത്രമേ ഉള്ളൂ, നമ്മുടെ റാച്ചറ്റ് എഫക്ട് മാത്രമേ ഉള്ളൂ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ റാച്ചറ്റ് എഫക്ട് സാധാരണ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഗവൺമെന്റിനാണെങ്കിലും റാച്ചറ്റ് എഫക്ട് എന്താണ്, നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് നല്ലൊരു ഇൻകം ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു ലെവൽ ഓഫ് കൺസംഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് ചെറുതായിട്ട് എന്റെ ഇൻകത്തിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിക്കുകയാണ്. ഇപ്പൊ പാൻഡമിക് വന്നു, എനിക്ക് കിട്ടുന്ന ശമ്പളം ഒന്ന് കുറഞ്ഞു, പക്ഷെ എനിക്ക് കൺസംഷൻ ഈ ഒരു ലെവലിലേക്ക് കുറയ്ക്കാൻ പറ്റില്ല. പണ്ട് AC റൂമിൽ ഇരുന്ന ഞാൻ ഇന്ന് ഫാൻ ഇട്ട റൂമിൽ ഇരിക്കാൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് മടിക്കും. ഇത്രേ ഉള്ളൂ. നമ്മുടെ കൺസംഷൻ ലെവൽ എന്താ, ഡിക്രീസ് ചെയ്യാൻ എപ്പോഴും നമ്മൾ മടിക്കുന്ന ആ ഒരു കാര്യത്തിനാണ് റാച്ചറ്റ് എഫക്ട് എന്ന് പറയുന്നത്. അതിപ്പോ ഗവൺമെന്റിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ഗവൺമെന്റ് പണ്ടൊരു ലെവൽ ഓഫ് എക്സ്പെൻഡിച്ചർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എപ്പോഴും ശ്രമിക്കും. കൂടുതലാവുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതിൽ നിന്നും കുറയുന്നത് എപ്പോഴും ഒരു ഓക്കെ അല്ലാത്ത രീതിയിൽ നമ്മൾ അതിനെ നോക്കിക്കാണും. അപ്പൊ ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഇത് ഒരേപോലെയാണ് അല്ലെ. സോ ഓപ്ഷൻ ഡി ഏതാണ്, റാച്ചറ്റ് എഫക്ട് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. അപ്പോ നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ എന്താ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ലോങ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകിട്ടുണ്ട്. നിങ്ങൾ ഇനി ഒട്ടും സമയം കളയാതെ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ഫാസ്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഡിസംബറത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ വളരെ നല്ലൊരു കണ്ടന്റ് പാക്ഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എങ്ങാനും നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡ് പേപ്പർ ഇവിടെ ഈ തന്നിട്ടുള്ള ലിസ്റ്റിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ജനറൽ പേപ്പറിന് മാത്രമായിട്ടും ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതല്ലാതെ സെക്കൻഡ് പേപ്പറിൽ എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കോമേഴ്സും പിന്നെ CSIRന്റെ ഫിസിക്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എത്രയും വേഗം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. 9778826292 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിസോഴ്സ് അവൈലബിൾ ആണ്. എന്താണ്, ഒരു ഫ്രീ വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകളും പിന്നെ കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കുറച്ചൊരു പോൾസും അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് കണ്ടന്റ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ ഒരു കണ്ടന്റ് അവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടും കൂടെ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ എങ്ങാനും ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.